ഹലോ ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അച്ചപ്പമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ, എന്നാലേ ഞങ്ങൾ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതിനകത്ത് കിട്ടത്തുള്ളൂ. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അച്ചപ്പത്തിന് ആവശ്യമായ സാധനങ്ങൾ: 2 മുട്ട, എള്ള് കഴുകി അരിച്ചെടുത്തതാണ്. അരിച്ചെടുത്തില്ലെങ്കിൽ അതിനകത്ത് കല്ലുണ്ടാവും. പിന്നെ പൊടിച്ച പഞ്ചസാര, ആവശ്യത്തിനുള്ള മാവ്, അരിമാവാണ്. പിന്നെ വെള്ളം, സാധാ പച്ചവെള്ളം. ഇത്രയുമാണ് അച്ചപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് പൊടിച്ചു വച്ചേക്കുന്ന പഞ്ചസാര നമ്മുടെ അളവിന് ആവശ്യത്തിന് എടുക്കണം. മധുരം അവരവരെ ഇഷ്ടത്തിനാണ് എടുക്കേണ്ടത്. ഇത്രയും പഞ്ചസാര ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. പൊടിച്ചതായതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ അലിഞ്ഞു ചേരും. അഥവാ അരിഞ്ഞ് ചേരാതെ ബാക്കി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പോൾ അതരിഞ്ഞ് ചേർന്നോളും. ഇനി ഇതിലേക്ക് ആവശ്യമായ മാവ്, പച്ച മാവാണ്, വറുക്കൊന്നും വേണ്ട. ആ മാവും ഇതെല്ലാം കൂടി യോജിപ്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ എള്ള് നോക്കുമ്പോൾ അറിയാൻ പറ്റും എള്ളിൻ്റെ അളവ്. ഇതിലെല്ലാ ഭാഗത്തും വരുന്നുണ്ടെങ്കിൽ എള്ള് കുറച്ചിട്ടാൽ മതി. ഞാൻ മുഴുവൻ എള്ളും ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. ചിലർ തേങ്ങാപ്പാലൊഴിച്ച് മിക്സ് ചെയ്യാറുണ്ട്. ഞാൻ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കട്ടി കുറച്ച് ഈ അയവിനുള്ള മാവാണ് ചേർക്കാനുള്ളത്. വെള്ളം മിക്സ് ചെയ്തെടുക്കാനുള്ള ഈ ഒരു കറക്റ്റ് പരുവത്തിന് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ദോശമാവിൻ്റെ ആ ഒരു പാകം. ചട്ടി നല്ല കട്ടിയുള്ള മൂട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാക്കാൻ വയ്ക്കണം. നമുക്ക് വറുക്കാൻ ആവശ്യമായ അച്ചപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകാൻ വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അച്ചും കൂടെ വൃത്തിയായിട്ട് കഴുകി ഇതിലോട്ട് കായാൻ വയ്ക്കണം.
എണ്ണ നല്ല തിളച്ചെന്നറിയാം. ഒരു തുള്ളി ഇങ്ങനെ അച്ചപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മൾ അച്ച് നല്ല പോലെ ചൂടായി കിടക്കുകയാണ്. ഈ അച്ചെടുത്തിട്ട് ഇനി മാവിൽ മുക്കുന്നതാണ് നോക്കാനുള്ളത്. ഓരോ തവണ മാവിൽ മുക്കുമ്പോഴും നമ്മൾ മാവ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ അച്ചെടുത്തിട്ട് ഈ മാവിൻ്റെ മുക്കാൽ ഭാഗം വരെ മാത്രമേ നമ്മളിങ്ങനെ മുക്കാവൂ. അച്ച് കാഞ്ഞില്ല. അച്ച് നല്ലപോലെ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം 2-3 ഉണ്ടാക്കി നോക്കി. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പഴക്കമുള്ളൊരു അച്ചാണ്. അച്ച് നല്ല പഴക്കിയപ്പോൾ നല്ല ഷേപ്പിന് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം 2-3 ഉണ്ടാക്കി മാറ്റിയതിന് ശേഷമാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇന്നിപ്പം ഓരോ പ്രാവശ്യം നമ്മൾ മാവ് മുക്കുമ്പോഴും ഈ മാവ് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഇളക്കി സ്പൂണ് മാറ്റിയിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അച്ച് മുക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് മുക്കാൽ ഭാഗം മാത്രമേ മാവിൽ മുങ്ങാവൂ. എന്നിട്ട് അതേപോലെ അച്ച് അങ്ങ് താഴെ വെക്കാനും പാടില്ല. ഇങ്ങനെ തന്നെ മേലെ എണ്ണയുടെ മേലെ തന്നെ ഇങ്ങനെ പിടിക്കണം. അപ്പോഴേ ഇങ്ങനെ ഇളകി എണ്ണയ്ക്കകത്തോട്ട് അത് വീഴത്തുള്ളൂ. അഥവാ ചിലപ്പം വീഴാൻ അച്ചൊക്കെ പ്രശ്നമുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇളകി വീഴാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഈ പപ്പടം കുത്തി വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് തനിയെ ഇളകി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അച്ചപ്പം മൂത്ത് വരുമ്പോഴേക്കും അത് തനിയെ ഇളകി താഴോട്ട് വരും. അഥവാ ഒന്നില്ലെങ്കിൽ മാത്രം ഈ പപ്പടം കുത്തി വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇത്രയൊക്കെ ആണെങ്കിലും നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പുതിയ എണ്ണയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. കടയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇളകി വരും. എന്നിട്ട് അച്ച് വീണ്ടും അതിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇങ്ങനത്തെ പൊരിയൊക്കെ കൂടെ കോരി മാറ്റണം. ഈ അച്ചപ്പം വേവുന്ന ആ ഒരു സമയം വരേക്കും ഈ അച്ച് അതിനകത്ത് തന്നെ കിടക്കണം, എണ്ണയിൽ തന്നെ മുങ്ങി കിടക്കണം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. എണ്ണ തോരൻ വയ്ക്കാം. പിന്നെ ഈ പൊരി നമുക്ക് കോരി മാറ്റുകയും വേണം, ഇല്ലെങ്കിൽ എണ്ണ കറക്കും.